ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് തിരക്ക് പിടിച്ച കുറച്ച് കാര്യങ്ങളും റെസിപ്പിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തെന്നെയായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. നമ്മളെ ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ വെള്ളിയാഴ്ച കുറച്ച് തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റഫീഖ് രാവിലെ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റഫീഖ് ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കാക്കലും അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങണം കേട്ടോ. കാര്യം രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് നടത്തൊക്കെ കഴിഞ്ഞ് വേഗം വരണം. കാരണം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പോകണ്ടേ. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുകയാണ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അങ്ങനെ എന്താ പറയുക ലാവിഷായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകും. പിന്നെയാണ് നമ്മൾ മൊത്തത്തിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അന്നത്തെ ദിവസത്തെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം എഡിറ്റിങ്ങേ ചെയ്തിട്ടുണ്ടായിരുന്നു, തൊട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമസ്കാരവും ഓതലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ ദുഹറിൻ്റെ മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ദുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഇല്ല എന്നല്ല, സ്പീഡിൽ ചെയ്യേണ്ട പരിപാടികളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങ് കിച്ചണിലേക്ക് വരാമെന്ന്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ എന്ന് കേട്ടോ. അപ്പം അതും കഴിഞ്ഞിട്ട് ആണ് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നല്ല സമയമായിട്ടുണ്ട്, 1 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 1:45 2 മണീൻ്റെ ഉള്ളിൽ റഫീഖ വരും കേട്ടോ. ഇപ്പോൾ റഫീഖ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കട്ടെ, എന്തെങ്കിലും സാധാ ചോറിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് നമ്മൾ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കുറേ തവണ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ആക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസ് തന്നെ ആക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസ്, കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസും അതിലേക്കായിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കട്ടെ കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രൈഡ് റൈസിലേക്ക് നിങ്ങൾ എടുക്കേണ്ട, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടാമത് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ വോയിസ് കൊടുക്കാനുള്ള ടൈമൊന്നും കിട്ടൂല കേട്ടോ. പെട്ടെന്ന് ചെയ്യുന്ന നമ്മളെ പണികളുടെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് സോറി. പിന്നെ കുറേ വാക്കുകളിലൊക്കെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ക്ഷമിക്കുക കേട്ടോ. സംസാരത്തിൽ ഇടയിൽ വരുന്ന കാര്യങ്ങളാകും എന്ന് വിചാരിച്ചോളുക, മനസ്സിലാക്കിക്കോളുക. അപ്പോൾ സോറി. അപ്പോൾ ഇതാ നിങ്ങൾ ഫ്രൈഡ് റൈസിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടാവില്ല, എന്തെല്ലാം എടുക്കുന്നത് അതൊക്കെ തന്നെ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാ ഞാൻ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡ് കളറും യെല്ലോ കളറും ഉള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ അതില്ലെങ്കിലും ക്യാരറ്റ്, കാബേജ്, ബീൻസ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, വെറും ക്യാരറ്റും ബീൻസും മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ടേസ്റ്റ് ആക്കിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിലുള്ള ക്യാരറ്റ്, കുറച്ച് ബീൻസ്, 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സവാള എടുക്കണം, വെളുത്തുള്ളി അങ്ങനത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഒരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പനീർ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ പനീർ വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പനീറാണുള്ളത്, നമ്മളിന്ന് ചിക്കനൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങളത് ചിക്കൻ വെച്ചിട്ടോ എന്താ പറയുക കോളിഫ്ലവർ വെച്ചിട്ടോ മഷ്റൂം വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് അത് ആ ഒരു പനീർ അങ്ങ് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മളെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെസിപ്പി നോക്കാം. അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയതാ. ഇത് കണ്ടോ, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഫസ്റ്റിലുള്ള വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം നമ്മളെ റെഡ്, യെല്ലോ, ഗ്രീന് എടുത്തിട്ടുണ്ട്, ബീൻസ്, ക്യാരറ്റ് എല്ലാം ഇതുപോലെ ഒരേ അളവിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് കുക്കൊന്നും ചെയ്യില്ല, അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളൊരു 10 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഈ ഒരു വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ നമ്മളെ റൈസിലേക്ക് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓയിലാട്ട് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കണ്ട, ഓയിലെടുക്കുക. സൺഫ്ലവർ ഓയിലോ സാദാ ഓയിലോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. അതിലേക്ക്
വെളുത്തുള്ളി ഒന്ന് കളർ ചേഞ്ച് ഒരുപാടാവണ്ട, ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. കളർ ചേഞ്ച് ഒന്നും ആവണ്ട, കളർ മാറിയൊന്നും വരണ്ട, പക്ഷേ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അപ്പോഴാണ് ആ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. ചിലർ സവാള ഇടൂല, പക്ഷെ സവാള ഇടാണ്ട് ചെയ്യുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റിൽ. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ പനീറില്ലായിരുന്നു, അതൊരു 2-3 എടുത്തിട്ട് ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഗ്ഗൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, ഇതിൽ നമ്മൾ എഗ്ഗൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 പനീർ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ആ സവാള റെഡി ആകുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ അത് ഒന്ന് ഉരിഞ്ഞ് വന്നോളും, അത്രയേ ഉള്ളൂ കേട്ടോ. ഓറിട്ട് കുക്കാക്കൊന്നും വേണ്ട. അതിന് ശേഷം ഒക്കെ ഞാനൊരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. വെജിറ്റബിൾസ് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്തത് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതിലേക്ക് ഈ വെജിറ്റബിൾസിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറഞ്ഞ ഉപ്പ് മതി കേട്ടോ. കാര്യം ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സോസിൽ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ റൈസിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ച റൈസാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്, ഷെസ്വാൻ സോസ്. ഈ ഒരു സോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഷെസ്വാൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എനിക്ക് അന്ന് ഒരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ, ഏതെങ്കിലും ഒരു വ്ളോഗിൽ ആഡ് ചെയ്യുക. പിന്നെ ഒന്നും പേടിക്കേണ്ട, നമ്മളെല്ലാ സൂപ്പർ മാർക്കറ്റുകളും അവൈലബിൾ ആണ് ഷെസ്വാൻ സോസ് കേട്ടോ. അത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ഉള്ള അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്, ഈസി ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. അതൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും റൈസിന്. പിന്നെ ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു, 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലാട്ടോ ഇത് ചേർക്കേണ്ടത്. നമ്മൾ വെജിറ്റബിൾസും നമ്മൾ കുക്കാക്കുക വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഉപ്പിട്ടിട്ട് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സോസുകൾ ചേർത്ത് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സാക്കി, ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക, വഴറ്റൊന്നും വേണ്ട. ദെൻ നമ്മൾ റൈസ്, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ്, ഈ റൈസ് ഞാൻ നമ്മളെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഇല്ലേ നമ്മൾ മന്തിക്ക് എടുക്കുന്നത്, അതാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിന് നിങ്ങൾ എടുക്കുന്ന ഏത് റൈസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പൊട്ടിപ്പോകരുത് റൈസ്, നല്ല സോഫ്റ്റായിട്ട് വേവുകയും വേണം. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയനൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് കൂട്ടെ. പിന്നെ നിങ്ങൾക്ക് ഈ സോസ് കിട്ടാനില്ല എങ്കിൽ ഞാൻ റെസിപ്പി കാണിക്കാം പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതിന് പകരം ടൊമാറ്റോ സോസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു പിഞ്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുക. കാര്യം നമ്മൾ ഈ ഷെസ്വാൻ സോസിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം സ്പൈസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സോസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് റൈസ്, വേറെ ഒന്നും നമ്മൾ കൂടുതലായിട്ട് ചേർത്തിട്ടില്ല. ആ ഒരു റൈസിനൊക്കെ ഫ്ലേവർ കൊടുക്കുന്ന ആ ഒരു സോസാണ് കേട്ടോ. എന്തായാലും ആ സോസ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അതന്നെ യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മാത്രം യൂസ് ചെയ്താലും മതി. പക്ഷേ നമ്മൾ മറ്റേതിൽ ടൊമാറ്റോ സോസും ഞാൻ പറഞ്ഞ ആ അളവ് തന്നെ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഷെസ്വാൻ സോസ് ചേർത്ത ആ ഒരു അളവിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കണ്ട. പിന്നെ ഞാൻ റൈസ് ഇങ്ങനെ ഇളക്കി കൊടുത്തില്ല. ആ ഒരു സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ റൈസിലേക്ക്. എന്നിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് കൂട്ടണം. വേണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കേട്ടോ. മറന്നു പോകണ്ട, ഞാൻ പറയാൻ വിട്ടുപോയതാ സംസാരത്തിനിടയിൽ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി പനീറാണ് കേട്ടോ. ഒരു പനീർ ഗ്രേവി അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് വേണ്ട കേട്ടോ, പനീറിൽ ഉപ്പുണ്ടാവും, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് മിക്സ് ചെയ്ത്, അത് ഇപ്പോൾ തന്നെ മിക്സ് ചെയ്ത് വെക്കൊന്നും വേണ്ട. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, ഓയിൽ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതിൽ തന്നെയാണ് നമ്മളിത് ഗ്രേവി ഉണ്ടാക്കാനും കൂടെ പോകുന്നത്. ഫ്രൈ ചെയ്യുകയും വേണം, ഉണ്ടാക്കുകയും വേണം. അങ്ങനെ അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് മതിയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് 1 മിനിറ്റ് വെച്ച് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരും. കരിഞ്ഞു പോകരുത്, ഒരുപാട് കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട, ഹാർഡായി പോകും, ഒന്നും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. ഇതൊന്നും കുക്കാവാനില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു, ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇത്ര മതി കേട്ടോ, ഒരുപാട് കളറാക്കി എടുക്കണ്ട. അപ്പോൾ നമ്മുടെ പനീർ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ആ പനീർ അങ്ങെടുത്ത് മാറ്റി ആ ഓയിലിലേക്ക് തന്നെ വലിയ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്യൂബായിട്ട് കട്ട് ചെയ്യില്ലേ, അങ്ങനെ ക്യാപ്സിക്കും സവാളും കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ഓയിലിൽ കേട്ടോ സോട്ട് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ സവാളയില്ലേ
അത് ഒരു മീഡിയം സൈസ് 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. സവാള വലുതാണെങ്കിൽ ഒരെണ്ണം ക്യൂബാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. അത് ചേർത്ത് കൊടുത്തു. സവാള ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറേ ചേർത്ത് കൊടുക്കരുത്, നമ്മൾ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കുക. കാരണം ഒന്ന് ആ സവാളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഒരുപാട് വഴന്ന് കളർ ചേഞ്ച് ആവേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അത് ഞാൻ 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രീൻ ക്യാപ്സിക്കം ആണെങ്കിൽ അത് മാത്രം മതി കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഷെസ്വാൻ സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കേട്ടോ, ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോ. ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ റെഡ് ചില്ലി സോസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് ഷെസ്വാൻ സോസ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, കാരണം സോസിലെല്ലാം ഉപ്പുണ്ടാവും കേട്ടോ. നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഷെസ്വാൻ സോസ് നിങ്ങൾ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണേ, മറന്നു പോകരുത്. അപ്പോഴാണ് ചെറിയൊരു സ്പൈസി, ഒരുപാട് പറയത്തക്ക സ്പൈസി ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു സ്പൈസി കാര്യങ്ങൾ കിട്ടുക കേട്ടോ. ഷെസ്വാൻ സോസിൽ നല്ല സ്പൈസി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പെപ്പറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മളെ പനീർ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പനീർ ചില്ലി ഉണ്ടാക്കാൻ കേട്ടോ. ഇനി ഇതാ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേവി, ഒരു ലൂസ് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പനീർ ചേർക്കുന്നതിന് മുമ്പ് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അറിയാമല്ലോ, അതൊരു ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് തിക്കായിക്കോളും. എന്നാൽ ഒരു സെമി ഗ്രേവി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സെറ്റാണ് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ ആ ക്യാപ്സിക്കം നല്ല ഒന്ന് എന്താ പറയുക, വഴന്നൊന്നും വരണ്ട, സോഫ്റ്റായിട്ടും വേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ലിങ്കായി കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്യേണ്ട, നന്നായിട്ട് കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, പനീറിന് പകരം മഷ്റൂം, കോളിഫ്ലവർ, ചിക്കന്, നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള അതൊക്കെ ഇത് ആഡ് ചെയ്യാം, മാറ്റി സംഭവം കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ചെയ്യുന്നതെല്ലാം ഇതുപോലെ ചെയ്യുക. ഷെസ്വാൻ സോസും നിർബന്ധമൊന്നുമില്ല, ടൊമാറ്റോ സോസും സോയ സോസും മാത്രം മതി കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസും അത്ര ആവശ്യമുള്ളൂ. കാരണം നമ്മൾ പെപ്പർ എന്തായാലും ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ടേ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഫ്രൈഡ് റൈസ് അല്ലേ, എളുപ്പത്തിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി, ഒന്ന് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആ കട്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റമല്ലേ രണ്ടും. അതുകൊണ്ട് തന്നെ 1:30 ആയപ്പോഴത്തേക്കും എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രഫിക്ക് വന്നിട്ടില്ല. പിന്നെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കിച്ചൺ, ഇതിൻ്റെ ഇടയിൽ റഫീഖ വരികയാണെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യാതെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വന്നിട്ടില്ല. 1 മണി 1:30 ആയിട്ടുള്ളൂ, 1:45 2 മണി ആ ഒരു സമയത്താട്ടെ വരിക. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ക്വിക്ക് ക്ലീനിങ് ആണ് കേട്ടോ. കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ. എനിക്ക് ഇങ്ങനെ ക്ലീനിങ് കഴിഞ്ഞാലാണ് ചോറൊന്നും തിന്നാനിരിക്കുന്ന സമയത്തൊരു സമാധാനമായിട്ടൊരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം റഫീഖ വരുമ്പോഴത്തേക്കും വേഗം ഒന്ന് എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ആവുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കും കേട്ടോ. അത് പുറത്തേക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉണങ്ങിയിട്ടാണ് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കുക. ചിലതൊക്കെ കൗണ്ടർ ടോപ്പ് കാണാം ഇങ്ങനെ വെള്ളമായിട്ടും പൂപ്പലായിട്ടും പാത്രങ്ങളും പൂപ്പ് പിടിച്ചിട്ട്, അത് എന്താ പറയുക, പാത്രങ്ങൾ ഉണങ്ങാതെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലൊരു സ്മെല്ലായിരിക്കും അങ്ങനെയൊക്കെ എടുത്തു വെച്ചാൽ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ പാത്രങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു വട്ടയിലോ അല്ലെങ്കിൽ ഒരു റാക്കിലോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവുന്ന, അപ്പം തന്നെ ഡ്രൈ ആവില്ല, തുടച്ചാൽ വേഗം ഡ്രൈ ആവും. പക്ഷേ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതൊക്കെ ഡ്രൈ ആയിട്ട് നമുക്ക് കബോർഡിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കുറേ നാൾ നമ്മൾ അത്രയൊക്കെ റേറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ടും കുറേ നാളും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലീനായിട്ടും നീറ്റായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. റഫീഖ വന്നു, നമ്മൾ ഇതാ ഫ്രൈഡ് റൈസും നമ്മളെ ചില്ലി പനീറും കഴിക്കട്ടെ. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു ഫ്രൈഡ് റൈസ്. പിന്നെ ചില്ലി പനീറാണെങ്കിൽ പറയാൻ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കൊരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റി സ്റ്റാറാവാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. നമുക്ക് ചിക്കനില്ല, ബീഫില്ല അങ്ങനത്തെ ഒരു തോന്നലേ വരില്ല. പനീർ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അടിപൊളിയാണേ.
അപ്പോൾ ഈ രീതിയിൽ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ചില്ലി പനീർ ചെയ്യാത്തവരും കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു ഫങ്ഷന് പാർട്ടി ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാം കേട്ടോ. കിടലൻ ഐഡിയ ആണ്. ഞാൻ അങ്ങനെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അയച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് സോസൊക്കെ ഡിഫറെൻ്റ് ആക്കി, അതല്ല ചെറിയൊരു സംഭവമാണെങ്കിലും ടേസ്റ്റ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാര്യങ്ങളൊക്കെ മാറ്റും, ഇൻഗ്രീഡിയൻസ് മാറ്റുമ്പോൾ അതിന് ടേസ്റ്റിലും ഡിഫറെൻ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അധികവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു. റഫീഖ തിരിച്ച് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം എനിക്ക് അലമാര ഒന്ന് മൊത്തത്തിൽ അലങ്കോലമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സും ഫംഗ്ഷനൊക്കെ ഇടുന്ന കുറേ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവേ എൻ്റെ അലമാര മോശമാവും. കാരണം ഒന്നായിരിക്കും എടുക്കുന്നത്, പക്ഷേ ഇട്ട് നോക്കി ഇതിടണോ അതിടണോ അങ്ങനെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഫുൾ അലങ്കോലാവും. പിന്നെ അത് മടക്കി വെക്കാൻ സമയം കിട്ടൂല കേട്ടോ. അങ്ങനെ ഒരുപാടല്ല, എന്നാലും ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാനുള്ളൊരു ടൈം കിട്ടൂല. അപ്പോൾ അതങ്ങനെ കുറച്ച് ദിവസമായിട്ടത് മനസ്സിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ അത് ക്ലീനാക്കി വെച്ചിട്ടില്ലല്ലോ, സമയം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഓർത്തർ. അപ്പോൾ ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കിടന്നാൽ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ, പിന്നെ വൈകുന്നേരം എണീക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പാർട്ടി വെയർ ആയിട്ടുള്ളത് ഒരു സെക്ഷനിലും, അതുപോലെ നമ്മൾ ടൗണിലേക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളത് അത് വേറെ. അധികവും ഞാൻ അങ്ങനത്തെ കാര്യത്തിന് ടോപ്പുകളായിട്ട് ഇടുക. അപ്പോൾ അങ്ങനത്തത് വേറെ ഒക്കെയാണ് വെക്കൽ, വേറെ റാക്കിൽ വെക്കും. പക്ഷെ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് ഒരുപാട് കല്യാണങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അടുപ്പിച്ച് തന്നെ ഒരു ദിവസം തന്നെ 1-2 കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ വീഡിയോൻ്റെ അതിൻ്റെ മുന്നത്തെ വീഡിയോൻ്റെ കമൻ്റൊക്കെ എല്ലാം റീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കമൻറ്റിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പതുക്കെ തരുന്നതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും കമൻ്റ് ഇടാൻ പറയുന്നുണ്ട് പക്ഷേ റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങളെ കമൻ്റ് എല്ലാം നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാം റീഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുക. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എടുത്തിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കമൻറ്റിന് റിപ്ലൈ തന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. പിന്നെ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മളെ വീട്ടിലെ കാര്യങ്ങളും നമ്മളെ വീട്ടിലത്തെ ആളുകളുടെ കാര്യങ്ങളും. ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അതങ്ങനെ വീട്ടിൽ വരുന്നവർ നമ്മൾ പുറത്ത് പോകാനുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കല്യാണവും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ എടുക്കലും എല്ലാം നടക്കണം. എല്ലാം ഒന്നിനൊന്നും കുറവില്ലാതെ നമുക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ എന്നാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത് നടക്കുകയും വേണം. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക കമൻറ്റിൻ്റെ കാര്യത്തിലാണ്. കാര്യം വീഡിയോ എന്തായാലും ഇടണമല്ലോ. വീട്ടിൽ നമ്മൾ വീഡിയോ പോകുന്നുണ്ട്, ആഴ്ചയിൽ നമ്മൾ മൂന്ന് ദിവസം വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വീഡിയോ എടുക്കണം, ഒന്നിടവിട്ടന്നെ നമുക്ക് വീഡിയോ എടുക്കണം. അതിൻ്റെ ഇടയിൽ എഡിറ്റിംഗ് വരും. അതുകൊണ്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അല്ല നമ്മൾ ഫ്രീ ആണ്, വീട്ടിൽ തന്നെ ഉണ്ട്, പുറത്ത് പോകാനൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്നുകൂടെ കമൻറ്റിനൊക്കെ റിപ്ലൈ തന്ന് ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചുരിദാർ അത് പുതിയതാണ് കേട്ടോ. ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കല്യാണത്തിന് പോയപ്പം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്കിൽ ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ. പക്ഷേ പാർട്ടി വെയർ ആണെങ്കിൽ കൂടിയിട്ട് നമുക്ക് അല്ലാതെയും സിമ്പിളായിട്ട് ഇടാനും പറ്റും. കാരണം നെക്കിലാണിങ്ങനെ കുറച്ചധികം സ്റ്റോൺ വർക്ക് നെക്കിൽ, ഹൈ നെക്ക് വന്നിട്ട് സ്റ്റോൺ വർക്ക് വരുന്നത് കേട്ടോ. കയ്യിലൊക്കെ സിമ്പിളായിട്ടുള്ള ബീഡ്സ് മാത്രമേ വരുന്നുള്ളൂ താഴെ ഭാഗത്തും. അതുപോലെ ഇങ്ങനെ താഴെ ഒരു കട്ടിങ് വന്നിട്ട് അങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. പക്ഷേ അതൊക്കെ സിമ്പിളായിട്ടാണ് വരുന്നത്. എന്നാൽ പാർട്ടി വെയർ ആണോ വെച്ചാൽ പാർട്ടി വെയർ ആണ്, സിമ്പിളാണോ വെച്ചാൽ സിമ്പിളാണ്. അങ്ങനെ ഉള്ളൊരു ചുരിദാറാണ് കേട്ടോ. ചില ഡ്രസ്സ് ഉണ്ടാവില്ല നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇടാൻ, ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് എപ്പോഴും ഇടാൻ ഇഷ്ടമുള്ള. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു എനിക്കൊരു കിട്ടിയൊരു ചുരിദാറാണ് കേട്ടത്. പിന്നെ ഈ ഒരു കളറ് എനിക്ക് ഇപ്പോൾ അധികം ചുരിദാറുകളൊന്നുമില്ല. പക്ഷേ നമ്മളെ കല്യാണം കഴിഞ്ഞ ഒരു സൽക്കാരത്തിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ സെയിം ഈ ഒരു കളറിൽ ക്ലോത്തും കളറും പക്ഷേ പാറ്റേൺ ഒന്നും ഇതല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എനിക്കെന്തോ ഓർമ്മ വന്നു ഇതെടുക്കുന്ന സമയത്ത്. അങ്ങനെ പിന്നെ ഞാനത് എടുത്തതാണ് കേട്ടോ. ആ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു റാക്കിലാട്ടോ ഞാൻ എൻ്റെ പാർട്ടി വെയർ കളക്ഷൻസ് വെക്കുക.
പിന്നെ പാർട്ടി വെയർ വെക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഫുൾ ലെങ്ത്തിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റില്ല. കാര്യം കണ്ടോ, ഇത് നമ്മൾ അലമാര വരുന്നത് ഇങ്ങനെയാണ്, താഴെ വരെയില്ല, അടിയിൽ വേറെ ഇതല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ ഹാങ്ങറിലിട്ടിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അയൺ ചെയ്തൊക്കെ വെച്ചാൽ വലിയ ചുളിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ മടക്കി വെക്കുന്നതല്ലേ, വലിയ പ്രശ്നമൊന്നും. ഒരു 3-4 ചുരിദാർ ഞാൻ അങ്ങനെ അയൺ ചെയ്തിട്ട് വെക്കും. എല്ലാം ഒന്നും വെക്കില്ല, മടിയാണ്. റഫീഖാൻ്റെ എല്ലാം വെക്കും, പക്ഷേ എൻ്റെത് ഒരു 3-4 വെക്കും. അപ്പോൾ അത് തീരുമ്പോഴേ അടുത്തത് റഫീഖാൻ്റെ അയൺ ചെയ്യണ കൂട്ടത്തിൽ എൻ്റെ കൂടെ അയൺ ചെയ്യും. പിന്നെ പുറത്ത് പോകാനുള്ള അത് ഇതല്ലല്ലോ ഉപയോഗിക്കുക, ടോപ്പും കാര്യങ്ങളൊക്കെ. അത് പിന്നെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എപ്പോഴും അയൺ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനത്തെ ക്ലോത്തിൽ വരുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ ഞാനിങ്ങനെ മാറ്റി വെച്ചതാട്ടോ, നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഒരുമിച്ച് വെക്കുമ്പോൾ ഫുള്ള് അലങ്കോലമായിട്ടായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഫുൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുഴച്ച് മറിച്ച് വെക്കാം. അങ്ങനെ ബാക്കി റാക്കുകളൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാനതിങ്ങനെ എല്ലാ റാക്കുകളൊന്നും നോക്കുകയാണ്, എന്നിട്ട് ഒന്ന് ലെവലാക്കി. കാരണം നമ്മളതിൻ്റെ മുകളിൽ ചിലപ്പം അങ്ങനെ അടിയിലത്ത് മോശമായതുകൊണ്ട് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടാകും, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എൻ്റെ അലമാര സെറ്റായി. ഇനിയിപ്പോൾ റഫീഖാൻ്റെ സെക്ഷൻ കുറേ നോക്കിയപ്പോൾ കുറച്ച് അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അയൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പിന്നെ റഫീഖാൻ്റെ കാര്യത്തിൽ നോക്കണ്ട കേട്ടോ, പിന്നെ ഒരാഴ്ച അങ്ങനെ ഇട്ടിട്ട് പോയിക്കോളും. പിന്നെ അടുത്ത ആഴ്ച ഞാൻ ഫുള്ള്, അപ്പോഴത്തേക്കും കുറേ ഡ്രസ്സുകളായിട്ടുണ്ടാവുമല്ലോ, എന്നിട്ട് പിന്നെ അത് അയൺ ചെയ്തിട്ട് തൂക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനൊരു സമയം എപ്പോഴെങ്കിലും ഇതുപോലെ ഫ്രീ ടൈം അങ്ങനെ കണ്ടെത്തുകയാണ് ചെയ്യുക. നമ്മൾ പണികളുടെ ഇടയിൽ ഇതിനൊന്നും ഞാൻ നിൽക്കല്ല. ഈവനിങ്ങിലോ പിന്നെ രാത്രി എപ്പോഴും റഫീഖ് വരാതെ നിൽക്കുമ്പോൾ കാത്തൊക്കെ നിൽക്കുന്നൊരു സമയം ഉണ്ടാവില്ല, ഡ്യൂട്ടീൻ്റെ ഒക്കെ പോയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ രാത്രിയിൽ അയൺ ചെയ്ത് വെക്കലുണ്ട്. അല്ലാണ്ട് നമ്മളെ പണികളുടെ ഇടയിൽ ഇതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടു വെക്കലില്ല കേട്ടോ, കാരണം നടക്കൂല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഇനിയിപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ. അപ്പോൾ ചെടി നനക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നനക്ക് മാത്രമല്ല, ഇപ്പോൾ നല്ല വെയിലായില്ലേ, വെയിലായതുകൊണ്ട് തന്നെ ഈ നമ്മൾ ആന്തൂറിയൊക്കെ നടുന്നത് ചകിരിച്ചോറൊക്കെ അല്ലേ. അപ്പോൾ അത് വെള്ളം അബ്സോർബായിട്ട് ഡ്രൈ ആവും കേട്ടോ. ചകിരിച്ചോറ് ഡ്രൈ ആയി കഴിഞ്ഞാലാണ് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മളൊരു ദിവസമൊക്കെ നനക്കാണ്ട് ഇനി മിസ്സായി പോയാലാണ് ഈ ലീഫില്ലേ, ആന്തൂരത്തിൻ്റെ ലീഫ് യെല്ലോ കളർ വരും. അപ്പോൾ 1-2 അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. വെയിൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ആ ഒരു ഇതിലിങ്ങനെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി, പക്ഷേ ഡ്രൈ ആയിപ്പോയി. ഇങ്ങനെ എന്താ പറയുക, ചകിരിച്ചോറ് ഞാൻ പറഞ്ഞല്ലോ, ചകിരി ഡ്രൈ ആവുക, മണ്ണാണെങ്കിൽ അത് ഡ്രൈ ആവുക ചെയ്യുമ്പോഴാണ് ആന്തൂരത്തിൻ്റെ ലീഫ് യെല്ലോ കളർ വരിക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലീഫൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ. പിന്നെ ഫ്ലവർ ആയാലും അതിങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കും. പിന്നെ നമ്മൾ ആന്തൂരത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ലീഫ് ഇടും. ചില ആന്തൂര്യത്തിൽ ഒരുപാട് ലീഫ് ഉണ്ടാവും. ആ ഒരുപാട് ലീഫ് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമ്മളെ ഫ്ലവർ കുറയും, ലീഫ് കുറേ ആയിക്കഴിഞ്ഞാൽ. കുറച്ച് ഒരു 3-4 ലീഫൊന്നല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടും കുറേ ലീഫ് ഉണ്ടെങ്കിൽ, പൂവ് കുറവാണെങ്കിൽ ഇടയിൽ നിന്ന് 1-2 ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്ലാന്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1-2 ലീഫ് കട്ട് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ ഫ്ലവർ വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ലീഫ് തിങ്ങി നിൽക്കാൻ വേണ്ടി സമ്മതിക്കരുത് കേട്ടോ. പിന്നെ പൂവിൻ്റെ അത് കരിഞ്ഞത് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക, യെല്ലോ ലീഫ് കട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അതിപ്പോൾ എപ്പോഴാണെങ്കിലും ആ ഒരു ടൈം ഇങ്ങനെ ഞാനിപ്പുറത്തൊരു നമ്മളെ റാക്കില്ല, ആ റാക്കിലൊരു കത്രിക കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്കുള്ള സമയത്ത് അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യാം. പണ്ടൊക്കെ ഫുൾ ചെടിയിലായിരുന്നു കേട്ടോ. കാര്യം ഇങ്ങനെ ആ ബ്ലോസം ചെടികളൊക്കെ വെച്ച് നല്ല ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു ഇപ്പോഴും ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഇഷ്ടമാണ് പണ്ടത്തെ പോലെ തന്നെ. പക്ഷെ ഇപ്പോൾ അത്രയും സമയം എനിക്ക് ഗാർഡനിലൊന്നും നിൽക്കാനുള്ള സമയം കിട്ടുന്നില്ല, ഇല്ലയെന്ന് വേണം പറയാൻ. ഇൻഡോർ പ്ലാന്റ്, അകത്തുള്ള നമ്മളെ പ്ലാന്റും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യണം, അത് ശ്രദ്ധിക്കണം. പിന്നെ പുറത്തത്തെ ഈ പ്ലാന്റുകളും ഇടയ്ക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, മോശമാകുന്നതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെള്ളം നനച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ പോവുകയാണ് ചെയ്യുക. ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇല്ല. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് റോസ് ഗാർഡൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫ്രണ്ടിൽ ഭയങ്കര വെയിൽ, എന്താ പറയുക, ഇതുപോലെ മാവൊന്നും വലുതായിട്ടില്ല, ഇത്രയും വലുതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് ഇതിനേക്കാളും വെയിൽ തട്ടുമായിരുന്നു.
നമ്മൾ ആ യെല്ലോ പുല്ല് സംഭവം വെച്ചിട്ടില്ലേ അവിടെ ഇങ്ങനെ 3 ലെയറായിട്ട് ഞാനിങ്ങനെ റോസ് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ അത് മാറ്റിയിട്ട് പിന്നെ ബ്ലോസം തൈകൾ എന്ത് രസമുണ്ടായിരുന്നു എന്നറിയാം. അതിൻ്റെ ഒരു ഫോട്ടോ ഒരു ഇപ്പോൾ റഫീഖാൻ്റെ ഫോണിൽ എവിടെയോ കാണാം. അത് ഫോണ് മാറ്റുന്ന സമയത്ത് നമ്മൾ അതിലുള്ള ഫോട്ടോസ് കുറേയെല്ലാം പോയി എൻ്റെ കയ്യിൽ പോയി റഫീഖാൻ്റെയും ഇപ്പം അങ്ങനെ ആയിന്ന് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ആഡ് ആക്കാം കേട്ടോ ഫോട്ടോസ്. നല്ല രസമാണ് കാണാൻ. അതിങ്ങനെ നല്ല നിറഞ്ഞിട്ട് ബ്ലോസം തൈകൾ നല്ല 2 ലെയറായിട്ട് അതിൻ്റെ എല്ലാ കളറും ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മളും വേണം. അത് മോശമാകുമ്പോൾ അതിൽ പുഴു വരുന്നത്, അതിൽ ഈ ഫംഗസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും ആ ഒരു ചെടിയിൽ. വന്നു കഴിഞ്ഞാൽ പിന്നെ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ 10-20 ഉണ്ടെങ്കിൽ അതിൽ ഫുള്ളിൽ വരികയും ചെയ്യും. നമ്മൾ അത്രയും ശ്രദ്ധ കൊടുത്താലേ ആ ഒരു പ്ലാന്റ് നല്ല നീറ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ, പോവാതെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മോശമാകുന്ന സമയത്ത് വേറെ പ്ലാന്റ് പിടിപ്പിക്കുകയും വേണം. അങ്ങനെ ശ്രദ്ധിക്കണം അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ. അപ്പം അതിനൊന്നും എന്തായാലും ടൈം കിട്ടൂല. അപ്പം അങ്ങനെ കുറേ സംസാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ നനയ്ക്കുന്നു കേട്ടോ ആന്തൂരയൊക്കെ. എനിക്ക് ആന്തൂര ഇങ്ങനെ ചെടീൻ്റെ അടിഭാഗം നനച്ചു കൊടുക്കും. പക്ഷെ ലീഫ് ഇങ്ങനെ നനഞ്ഞ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ നമ്മൾ ചെടി നനക്കുന്ന സമയത്തില്ലേ, നല്ല രസമാണ് കാണാൻ. മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഞാൻ നനച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം ഫ്ലവറിലൊക്കെ നന്നായിട്ട് ലീഫിലൊക്കെ വെള്ളം വീണ് ആ ഒരു മുറ്റവും കാണാനും ഒക്കെ നല്ല രസമാണ്. ഇതില്ലേ ഒരു ഡാർക്ക് റെഡാട്ടോ ആന്തൂറിയ നമുക്കൊരാൾ തന്നതാണ്. സാധാ എൻ്റെ കയ്യിലുള്ളത് റെഡാണ്, പക്ഷേ ഇതൊരു മെറൂൺ ആ ഒരു ടൈപ്പ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കളർ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ആ ഒരു മെറൂൺ കളറായിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുന്തോറും ഇങ്ങനെ ലൈറ്റിലേക്ക് വരുന്നുണ്ടോ സംശയമുണ്ട്, റെഡിലേക്ക് വരുന്നുണ്ടോ സംശയമുണ്ട്. ഡാർക്ക് മെറൂൺ ആട്ടോ നമുക്കത് ഉണ്ടായിട്ടുള്ളത്. ചെറിയ ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ. ഫ്ലവറിലൊക്കെ വൈറ്റ് ഉണ്ടാവും. വൈറ്റിൽ തന്നെ ഒരു ഓഫ് വൈറ്റ് ഇങ്ങനെ ആ ഒരു ലൈറ്റ് കളറിലേക്ക് പോകുന്നതുണ്ടാവും. പിന്നെ ഒരു പിങ്ക് ഉണ്ട്, പക്ഷെ പിങ്ക് വൈറ്റും കൂടെ ചേർന്നൊരു കളറുണ്ട്. പിങ്കാണോന്നും നമുക്ക് പറയാൻ പറ്റില്ല, വൈറ്റാണോന്നും പറയാൻ പറ്റില്ല. ആ ഒരു വൈറ്റിൽ അങ്ങനൊരു ഡിഫറെൻറ്റ് പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഗ്രീനും പിങ്കും കൂടെ വരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വരിക. പിന്നെ ഇതാണ് കേട്ടോ ഇതിൽ ആന്തൂര്യത്തിൽ വെച്ചില്ല എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു വൈറ്റാണ് കേട്ടോ. ഇതിൽ മാഷാ അല്ലാ നിറച്ച് പൂക്കളുണ്ടാവും. കുറച്ച് പൂവല്ല, കുറച്ച് അധികം പൂക്കളുണ്ടാവും. 1-2 ആയിട്ട് ഇങ്ങനെ നിൽക്കില്ല കേട്ടോ. ഇങ്ങനെ കൂട്ടായിട്ട് പൂക്കളുണ്ടായിട്ട് അതും കുഞ്ഞു ഇത് വലുതാവില്ല. മറ്റേതൊക്കെ ഫ്ലവർ വലുതാവും. ചെറുതാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വലുതാവുന്നുണ്ട്, ഫ്ലവർ ആണെങ്കിലും ലീഫാണെങ്കിലും. പക്ഷേ ഇത് ഈ ഒരു സൈസിൽ തന്നെ നിൽക്കും കേട്ടോ. കുറേ അധികം ഫ്ലവർ ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, പക്ഷേ ആ ഒരു സൈസിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വലുതാവും കേട്ടോ. ഈ ഒരു ഓറഞ്ച് കളറൊക്കെ കാണുന്നതില്ല, അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പ്ലാന്റും ഫ്ലവറും ഒക്കെ വലുതാവും. അതുപോലെ തന്നെ ആ ഒരു വൈറ്റില്ലേ, ആ വൈറ്റിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു പിങ്ക്. ഇത് ഫുൾ പിങ്കാണ്, ഗ്രീനൊന്നും വരുന്നില്ല. അതും ഇതുപോലെ ചെറിയ ആ ഒരു ടൈപ്പാണ്, ഒരു ബേബി ആന്തൂറി എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ചെടി നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒരു സമയമൊക്കെ ഒരു 4-5 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ. നമ്മളെ എന്താ പറയുക, മുറ്റത്ത് തണലായതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ നനച്ചാൽ. അല്ലെങ്കിൽ ഒരു 5 മണിക്കൊക്കെ ശേഷമൊക്കെ നനച്ചാൽ മതി. ഇനിയിപ്പോൾ ഒന്നുമില്ല, എനിക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് എന്ന് പറഞ്ഞാൽ വാവക്ക് ചപ്പാത്തിയാണ്, ഞാൻ സാലഡാട്ടോ കഴിക്കുന്നത്. ഞാനൊരു ദിവസം വീഡിയോയിൽ ഇതിൽ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അന്ന് പറ്റിയില്ല കേട്ടോ. എനിക്ക് പുറത്ത് പോകാനൊക്കെ ഉണ്ടായി, അതുകൊണ്ട് തന്നെ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത്. സാലഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു റോ സാലഡല്ല, ഒരു കുക്ക് ചെയ്തിട്ടുള്ളൊരു സാലഡ്. അത് ഞാൻ പിന്നീട് വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം, അത് കുറച്ച് നേരത്തെ ആക്കി വെച്ചിട്ട് ഒരു 6:30 അല്ലെങ്കിൽ ഒരു 6 മണി ഒക്കെ ആകുമ്പോൾ കഴിക്കുകയാണ് ചെയ്യാം. നമുക്ക് വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും, ഹെൽത്തിയുമാണ്. എന്നാൽ ഒരു ഡയറ്റ് പോലെ ഓവർ ഫുഡ് വെയിറ്റ് കൂടുന്നുണ്ട്, ഗെയിൻ ആകുന്നുണ്ട് തോന്നുന്ന സമയത്ത് ഞാൻ കഴിക്കുന്നൊരു സാലഡാണ്. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പണിയാണ് കേട്ടോ. സപ്പോട്ട നമ്മൾ പറിച്ച് വെക്കും, പറിച്ചിട്ട് ഇങ്ങനെ ബക്കറ്റിലിട്ട് വെക്കും, പഴുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഇതിൽ ഇങ്ങനെ കിട്ടൂലേ പഴുത്തത്, അതിൽ നിന്ന് കിട്ടുന്നൊരു ടേസ്റ്റ് നമ്മൾ എങ്ങനെ പഴുപ്പിച്ചാലും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുറ്റത്ത് ഇറങ്ങുമ്പോൾ മുറ്റമൊക്കെ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ പിടിച്ച് നോക്കും കേട്ടോ. അപ്പം പഴുത്തത് കിട്ടും. ആ ഒരു പഴുത്തതിന് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ കുറേ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ഷെയ്ക്ക് ആക്കാനൊക്കെ എടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇതും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മധുരം പഞ്ചസാര പോലും ചേർക്കേണ്ടി വരില്ല. അത്രയും കാമ്പുണ്ടാവുമല്ലോ, അപ്പോൾ നല്ല മധുരം ഉണ്ടാവും നമ്മൾ വീട്ടിലുള്ളതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.